എഫേസ്യ ലേഖനം 2 അധ്യായം 11-12 ഭാഗങ്ങളിലെ 5 വിശേഷണങ്ങൾ. രക്ഷയിലേക്ക് വിളിക്കപ്പെട്ട ജാതികളുടെ മുന്നവസ്ഥ വിവരിക്കുന്ന എഫേസ്യ ലേഖനം 2 അധ്യായം 11-12 ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിച്ചു തരുന്നത് യഹൂദരേതർക്കുള്ള 5 വിശേഷണങ്ങളാണ്. അവർ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമല്ലാത്തവരും ആയിരുന്നു എന്നോർത്തുകൊള്ളുവീൻ എന്നാണ്. യഹൂദരെ പോലെ മശിഹായുടെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ അവർക്കുണ്ടായിരുന്നില്ല. പുറപ്പാട് 34 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവെഴുത്തുകളിൽ വിവരിക്കുന്ന ഇസ്രായേലുമായി യഹോവ ചെയ്ത ഉടമ്പടിയിൽ മറ്റുള്ളവർ ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ അവർക്ക് ഇസ്രായേൽ പൗരത്വമില്ല. മശിഹായെക്കുറിച്ചോ പുനരുത്ഥാനത്തെക്കുറിച്ചോ അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നില്ല. 1 തെസ്സലോനിക്കർ 4:13. ഏകദൈവ വിശ്വാസത്തിന് പകരം ബഹുദൈവ വിശ്വാസികളായ അവർക്ക് യഥാർത്ഥ ആരാധന അന്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17:22 മുതൽ 31 വരെ. എന്നാൽ മുൻ തീരുമാനപ്രകാരം അഥവാ രക്ഷാപദ്ധതി പ്രകാരം വന്ന മശിഹ അഥവാ ക്രിസ്തു ദൈവം സർവ്വജാതിയോടും ചെയ്ത ഉടമ്പടിയായ പുതിയ നിയമം ഹൃദയത്തിൽ എഴുതുന്ന എബ്രായർ 8:10 ക്രിസ്തു മൂലമുള്ള രക്ഷയുടെ സുവിശേഷത്തിലേക്ക് ജനത്തെ നയിക്കുവാൻ പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്ത ജനത്തോടൊപ്പം പ്രവർത്തിച്ച ശൗൽ എന്ന ചെറുപ്പക്കാരനെ രൂപാന്തരപ്പെടുത്തി പൗലോസാക്കി മാറ്റി. സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു എന്ന സത്യസുവിശേഷം അവരോടും ഘോഷിച്ചു പറഞ്ഞു. സത്യദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും അനുഭവിക്കുവാനും ഇടയായതിൽ ദൈവത്തെ നമുക്കും മഹത്വപ്പെടുത്താം. സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തിയതുപോലെ നാം ഏവരും ഒന്നു ചേർന്നവനെ മഹത്വപ്പെടുത്താം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.